എനിക്ക് ലില്ലി ചേച്ചിയെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. കുറേ നാളായത് തുറന്ന് ചേച്ചിയോട് പറയണമെന്ന് ഞാൻ കരുതിയിട്ട് പറ്റിയത് ഇന്നാണ്. ഐ ലവ് യു ചേച്ചി. യാതൊരു തിടുക്കമോ വെപ്രാളമോ ഇല്ലാതെ, ലെവലേശം പേടിയോ വിറയലോ ഇല്ലാതെ തൻ്റെ മുഖത്ത് നോക്കി പ്രണയം തുറന്നു പറഞ്ഞ് നടന്നു നീങ്ങുന്ന 18-കാരനെ തുറച്ച മിഴികളോട് നോക്കി നിന്നുപോയി ലില്ലി. താൻ ട്യൂഷൻ പഠിപ്പിക്കുന്ന +2 കാരനാണ് അവനേക്കാൾ 3 വയസ്സ് കൂടുതലുള്ള തന്നോട് പ്രണയം തുറന്നു പറഞ്ഞ് യാതൊരു കൂസലുമില്ലാതെ പോകുന്നത്. ആന്റണി. ആദ്യത്തെ പകപ്പ് മാറിയതും വിളിച്ചവൾ അവനെ. എന്താ ചേച്ചി, എന്തെങ്കിലും പറയാനുണ്ടോ? തികച്ചും സാധാരണ എന്ന പോലെ ചോദിക്കുന്നവനെ അടിമുടി നോക്കി ലില്ലി. നീ ഇപ്പം എന്താണ് എന്നോട് പറഞ്ഞത്? നിനക്ക് വല്ല ബോധമുണ്ടോ? ഇതെന്താ തമാശ വല്ലതുമാണോ? ചോദിച്ചു ലില്ലി. ഞാൻ തമാശ പറഞ്ഞാണെന്ന് ചേച്ചിക്ക് തോന്നിയോ? ഞാൻ കാര്യമായിട്ട് പറഞ്ഞത് തന്നെയാ. കൂസിലില്ല ആന്റണി. നിന്റെ പ്രായം എത്രയാണെന്ന് നിനക്ക് അറിയാമോടാ? നിന്റെ ഇഷ്ടം അത് നിന്റെ പ്രായത്തിന്റെ വെറും തോന്നലാണ് ആന്റണി. അതെല്ലാം മനസ്സിലാക്കി വേണ്ടാത്ത ചിന്തകൾ മനസ്സിൽ നിന്നെടുത്ത് കളഞ്ഞ് നന്നായി പഠിക്കാൻ നോക്ക് നീ. നിന്റെ അമ്മച്ചിക്കും ചേച്ചിക്കും നീ മാത്രമേ ഉള്ളൂ എന്ന് മറക്കണ്ട. പഠിക്കാൻ മിടുക്കനായ യാതൊരു സ്വഭാവദൂഷ്യവുമില്ലാത്ത ആന്റണിയെ അവനെ പഠിപ്പിക്കുന്ന ആളെന്ന നിലയിൽ വലിയ ഇഷ്ടമാണ് ലില്ലിക്ക്. ആ ഇഷ്ടത്തോട് തന്നെയാണ് ലില്ലി അവൻ്റെ കാര്യങ്ങൾ ബോധിപ്പിച്ച് ഉപദേശിച്ചതും. എൻ്റെ ഇഷ്ടം അതെൻ്റേതല്ലേ ചേച്ചി? ചേച്ചിക്ക് യാതൊരു ബുദ്ധിമുട്ടും ആവില്ല. ഇന്നീ പറഞ്ഞതെല്ലാം ഇനി അതും പറഞ്ഞ് ഞാൻ ചേച്ചിയെ ബുദ്ധിമുട്ടിക്കുകയില്ല, പേടിക്കണ്ട. ചൂണ്ടിലെ ചിരി മായ തന്നോട് പറയുന്നവനെ പകപ്പോടെ നോക്കി ലില്ലി. അവൻ വെറും ഒരു തമാശ പറയുകയല്ലെന്ന് അവൾ തിരിച്ചറിയുക കൂടി ചെയ്തു. അന്നേരം പിന്നെ എന്നേക്കാൾ വെറും 3 വയസ്സ് മാത്രമാണ് ചേച്ചിക്ക് കൂടുതൽ. അതൊന്നും ഇന്നാർക്കും ഒരു പ്രശ്നമല്ലല്ലോ ചേച്ചി. തിരിഞ്ഞു നടക്കുന്നതിനിടയിൽ സ്വാഭാവികമായി ആന്റണി പറഞ്ഞതും ഒരു വിറയൽ പാഞ്ഞു ലില്ലിയിൽ. ദിവസങ്ങൾ ഓരോന്നും തികച്ചും സാധാരണമെന്നോളം കടന്നുപോയിക്കൊണ്ടിരുന്നു. ആന്റണിയുടെ ക്ലാസ്സിൽ ട്യൂഷൻ എടുക്കാനെത്തിയ ലില്ലി വരുമ്പോൾ മുതൽ പോകുന്നത് വരെ അവളെ കൺജിമാതെ നോക്കിയിരിക്കും ആന്റണി. ആ നോട്ടം വല്ലാത്തൊരു വീർപ്പുമുട്ടൽ സൃഷ്ടിക്കും ലില്ലിയിലെങ്കിലും അവൾ അവനെ ശ്രദ്ധിക്കുന്നതായി ഭാവിച്ചില്ല. ആ നോട്ടത്തിനപ്പുറം യാതൊരു ശല്യവും ലില്ലിക്ക് ഉണ്ടാക്കിയില്ല ആന്റണിയെങ്കിലും ലില്ലിയെ കാണുന്ന മാത്രയിൽ ആന്റണിയിൽ തെളിയുന്ന പ്രണയഭാവവും തിളക്കവും ലില്ലിയെ വീർപ്പ് മുട്ടിച്ചു. പലപ്പോഴും ഉയർന്ന മാർക്കോടെ +2 പാസ്സായ ആന്റണി തുടർ പഠനത്തിന് അമ്മാച്ചൻ്റെ വീട്ടിലേക്ക് താമസം മാറ്റിയത് ലില്ലിക്ക് ഒരു ആശ്വാസമായാണ് തോന്നിയത്. തന്നെ കാണുമ്പോൾ പ്രണയത്താൽ തിളങ്ങിയിരുന്ന 2 മിഴികളുടെ അഭാവം അവളിൽ ഒരു ശൂന്യത നിറയ്ക്കുക തന്നെ ചെയ്തു. 2 വർഷങ്ങൾ കടന്നുപോയത് വളരെ വേഗത്തിലാണ്. ലില്ലി കൊച്ചിന്റെ കല്യാണം ഉറപ്പിച്ചില്ലേ? പള്ളിയിൽ വെച്ചിരുന്നാൽ ആന്റണിയുടെ അമ്മ ചോദിക്കുമ്പോൾ ലില്ലിയുടെ നോട്ടം ചെന്നെത്തിയത് അവർക്കൊപ്പം നിൽക്കുന്ന ആന്റണിയിലേക്കാണ്. പകപ്പ് നിറഞ്ഞൊരു മുഖത്തോടെ തന്നെ നോക്കുന്നവനെ കണ്ടതും മുഖം വെട്ടിച്ചവൾ. അവന്റെ കണ്ണിൽ അപ്പോഴും അവളോടുള്ള പ്രണയത്തിന്റെ ജാലകളായിരുന്നു. 20-കാരന്റെ ചേരാത്ത വിധത്തിൽ. ഒരു ജോലിയൊക്കെ കിട്ടിയിട്ട് മതിയായിരുന്നില്ലേ മോളെ കല്യാണം? ചെറുപ്രായമല്ലേ നീ? വീണ്ടും അമ്മ ചോദിക്കുമ്പോഴേക്കും അവിടെ നിന്ന് വേഗത്തിൽ മാറി നടന്നിരുന്നു ആന്റണി. എല്ലാം തകർന്നെന്ന പോലെ നടന്നു നീങ്ങുന്നവൻ മനസ്സിലൊരു നീറ്റൽ സൃഷ്ടിച്ചെങ്കിലും ഒരു ചിരി അണിഞ്ഞതിനെ നേരിട്ടു ലില്ലി. ജീവിതം പലപ്പോഴും നേരം പോക്കല്ലെന്ന് സ്വന്തം ജീവിതം കൊണ്ട് പഠിച്ചവൾക്ക് അതിനെ പറ്റുമായിരുന്നുള്ളൂ. ഉള്ളിലെ ഇഷ്ടത്തെ കുഴിച്ചുമൂടാൻ, ഒന്നുമല്ലെന്ന് ഭാവിക്കാൻ. പള്ളിയിൽ വെച്ച് ലില്ലി പീറ്ററിന്റെ മിന്നു സ്വീകരിക്കുമ്പോഴും അവന്റെ മണവാട്ടിയായി അവനൊപ്പം കാറിൽ ലില്ലി കയറുമ്പോഴും അതെല്ലാം കണ്ണിറച്ച് കണ്ടുകൊണ്ട് ആൾക്കൂട്ടത്തിന് മുന്നിൽ തന്നെ അവനുമുണ്ടായിരുന്നു ആന്റണി. ഉള്ളിലെ നൊമ്പരം കണ്ണിൽ നിറച്ചുകൊണ്ട്. മാസങ്ങൾ കടന്നു പോയിരുന്നാൽ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട ലില്ലി സ്വന്തം വീട്ടിൽ തിരികെ എത്തി. ലില്ലി കൊച്ചേ, എന്താണ് നിങ്ങൾക്കിടയിലെ പ്രശ്നം? കാണുന്നവരെല്ലാം ഒരേ ചോദ്യം മാത്രം ചോദിച്ചു തുടങ്ങിയതും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാതെയായി ലില്ലി. ആന്റണി, നിന്റെ പഠിത്തമെല്ലാം എങ്ങനെ പോകുന്നു? തീരെ പ്രതീക്ഷിക്കാതൊരു നാൾ ആന്റണിയെ മുന്നിൽ കണ്ടതും ഉള്ളിലെ പിടച്ചിൽ അടക്കി നിർത്തി ചോദിച്ചു ലില്ലി. ഡിഗ്രി ക്ലാസ് കഴിയാറായി ചേച്ചി. സാധാരണ എന്ന പോലെ ആന്റണി മറുപടി പറയുമ്പോൾ അവന്റെ കണ്ണിൽ തന്നോട് ഇപ്പോഴും തിളങ്ങുന്ന പ്രണയമുണ്ടോ എന്ന് തേടി ലില്ലി. ചേച്ചിക്ക് എന്താ ജോലിക്കൊന്നും ശ്രമിക്കാതെ വീട്ടിലിരിക്കുന്നത്? ജോലിക്ക് പൊക്കൂടെ ചേച്ചിക്ക്? തന്റെ കണ്ണിലെ പ്രണയം തിരയുന്നവളോട് ആന്റണി തിരികെ തിരക്കിയതും ഒന്ന് അമ്പർന്നു ലില്ലി. ജോലിക്ക് ശ്രമിക്കണം. മറുപടി പറഞ്ഞ് തിരികെ നടക്കുമ്പോൾ നിറയുന്നുണ്ട് ലില്ലിയുടെ മിഴികൾ. ഈ ഒരുവന്റെ പ്രണയത്തെ തള്ളിക്കളഞ്ഞ് താൻ നേടിയ ജീവിതത്തിന്റെ കയ്പ് തികട്ടിയ അവളുടെ ഉള്ളിൽ തന്നെ ഒരു ഭാര്യയായി കാണാൻ കഴിയില്ലെന്ന് പറഞ്ഞ പീറ്ററിന് മുന്നിൽ അവന്റെ ദയക്കും സ്നേഹത്തിനും വേണ്ടി കെഞ്ചി കരഞ്ഞു നിന്ന തന്റെ രൂപം തെളിഞ്ഞവളിൽ. എത്ര നിസ്സാരമായാണ് പീറ്റർ തന്നെ അവന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയതെന്ന ഓർമ്മയിൽ പറഞ്ഞു ലില്ലി. നടന്നു പോകുമ്പോൾ അവളെ കണ്ണുചിമ്മാതെ പുറകിൽ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ആന്റണി, ആ പഴയ അതേ പ്രണയത്തോടെ. ഇന്നാണ് ആന്റണി SI ആയി ചാർജ് എടുക്കുന്നത്. അവന്റെ വർഷങ്ങളുടെ ശ്രമത്തിന്റെ ഫലം. ആ ചടങ്ങിൽ ആരും അറിയാതെ ചെന്ന ലില്ലി ഒരാളുടെയും ശ്രദ്ധയിൽപ്പെടാതെ ദൂരെ മാറി നിന്നെങ്കിലും കൃത്യമായി അവളെ തേടി കണ്ടെത്തിയിരുന്നു ആന്റണി. ചടങ്ങുകൾ കഴിഞ്ഞുള്ള ചെറിയ സൽക്കാരവേളയിൽ പിന്തിരിഞ്ഞ് നടക്കാനൊരുങ്ങിയ ലില്ലിയുടെ കയ്യിൽ പിടിമുറുക്കിയ ആന്റണി സദസ്സിന് നടുവിലേക്ക് കൊണ്ടുവന്നതും ഞെട്ടി ലില്ലി. ഇത് ലില്ലി, വർഷങ്ങളായുള്ള എന്റെ പ്രണയം. താങ്കളെ നോക്കുന്നവർക്ക് മുന്നിലേക്ക് ലില്ലിയെ ചേർത്തു പിടിച്ചു ചെന്ന് ആന്റണി പറഞ്ഞതും ഞെട്ടി ലില്ലി. ഇക്കഴിഞ്ഞു പോയ വർഷങ്ങളിൽ ഒന്നിലും പിന്നീട് ഒരിക്കൽ പോലും അവൻ അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ചെന്നിട്ടില്ല. കാണുമ്പോഴുള്ള ചിരിക്കപ്പുറം ഒരു വാക്കുപോലും മിണ്ടിയിട്ടില്ല. എന്നാൽ അവനോടുള്ള പ്രണയത്താൽ ഭ്രാന്ത് പിടിച്ചിരുന്നു ലില്ലിക്ക്. തുറന്നു പറയാൻ ധൈര്യമില്ലാതെ, പ്രണയം പറയാൻ കഴിയാതെ അവനെ ഓർത്ത് നീറി തീർന്ന വിളിക്കാലം അത്രയും. എന്നെ എന്തിനാണോ നിനക്ക്? അവന്റെ നെഞ്ചിലേക്ക് ചേർന്ന് പൊട്ടിക്കരഞ്ഞവൾ ചോദിച്ചതും തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് വെച്ച അവളെ ആന്റണി. നിന്നെ എനിക്ക് വേണ്ടത് പ്രണയിക്കാനാണടി ചേച്ചി.
എൻ്റെ പ്രണയം പകർന്നു തരാൻ നിന്നെ വേണം എനിക്ക്. നിന്റെ പ്രണയം അറിയാനും എനിക്ക് നിന്നെ വേണം. പിന്നെ ഇതൊന്നുമല്ലാതെ ഒരു പുരുഷന് തൻ്റെ ഇണയോട് തോന്നുന്നതെല്ലാം ചെയ്യാൻ എനിക്ക് നിന്നെ വേണം. നിന്നെ മാത്രമേ വേണ്ടൂ. നെഞ്ചോട് അടുക്കി പിടിച്ച് അവളുടെ കാതോരമെല്ലാം പറയുമ്പോൾ നീണ്ട വർഷങ്ങളുടെ പ്രണയനോവിനാൽ 2 തുള്ളി കണ്ണുനീരിറ്റി ചിതറി ആന്റണിയുടെ കണ്ണിൽ നിന്നും. അവന്റെ പ്രണയവും കാത്തിരിപ്പുമെല്ലാം സത്യമായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് പല വഴി കറങ്ങിയ ഒടുവിൽ അവരുടെ ഈ ഒന്നാവൽ സംഭവിച്ചതും. ഇനി പ്രണയിക്കട്ടെ അവർ കാലങ്ങളോളം. കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്